ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. സോ 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുകളെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റുകൾ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലിമിറ്റഡ് ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ പവേഴ്സിനെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമുള്ള ഒരു സിസ്റ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെന്റുകളുടെ പവറിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടാവും. ഒരു അബ്സല്യൂട്ടിക് ആയിട്ട് ഒരു ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു പവേഴ്സ് ഗവൺമെന്റിന് ഉണ്ടാവില്ല. എപ്പോഴും അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവും, അത് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് എ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ബി, വൺ വേർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബേസിസ് ഓഫ് പബ്ലിക് അതോറിറ്റി. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിൽ എല്ലാ രീതിയിലുള്ള പബ്ലിക് അതോറിറ്റിയിലും, അതായത് പവേഴ്സ് ഓഫ് ഒഫീഷ്യൽസ്, പബ്ലിക് ഒഫീഷ്യൽസിന്റെ എല്ലാ രീതിയിലുള്ള പവേഴ്സും കാര്യങ്ങളും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അവിടുത്തെ സുപ്രീം ലോ അല്ലെങ്കിൽ സുപ്രീം ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ബി സ്റ്റേറ്റ്മെന്റ്. സി, വൺ വേർ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. എല്ലാ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് സി സ്റ്റേറ്റ്മെന്റ്. ഡി, വൺ വേർ ദർ ഈസ് ഓൾവേസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് പ്രായപൂർത്തി വോട്ടവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുള്ള എല്ലാ സ്ട്രക്ചറിലും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിലും പ്രായപൂർത്തി വോട്ടവകാശം, അതായത് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ അഡൽട്ട് ആയിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വൺ വേർ ദർ ഈസ് ഓൾവേസ് ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആയിരിക്കില്ല. അതായത് എല്ലാവർക്കും സാർവത്രിക വോട്ടവകാശം ആയിരിക്കത്തില്ല, നേരെ മറിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള. അവിടെ ചിലപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള മെയിൽസിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമായിരിക്കും വോട്ടവകാശം കൊടുക്കേണ്ടാവുക. അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരിക്കും. അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമായിരിക്കും, വെൽത്ത് ഇല്ലാത്ത പുരുഷന്മാർക്ക് ചിലപ്പോൾ വോട്ട് ഉണ്ടാവത്തില്ല. സോ അവിടെ അത്തരത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു യൂണിവേഴ്സൽ സാർവത്രിക വോട്ടവകാശം ഉണ്ടാവത്തില്ല. സോ ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് തോന്നുന്ന ഏതൊക്കെയാണെന്ന് എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സി, അതായത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റില് പ്രൈം മിനിസ്റ്റർ തന്നെ ആവണമെന്നില്ല എപ്പോഴും ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കാം. ചിലപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ അമേരിക്കൻ കേസ് എടുക്കുമ്പോഴത്തേക്ക് അമേരിക്കയിലെ പ്രസിഡന്റ് ആണ് ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കാം. മൊണാർക്ക് വരാം, ഒരുപാട് വരാം. സോ സി സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിൽ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, പ്രസിഡന്റിനോ അല്ലെങ്കിൽ മൊണാർക്കി അതായത് കിങ്ങിനോ ആർക്ക് വേണമെങ്കിൽ ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആവാം. ദെൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എല്ലാ രാജ്യങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുള്ള എല്ലാ സിസ്റ്റത്തിലും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടാവണമെന്നില്ല. സാർവത്രികമായ വോട്ടവകാശമാണ് എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ചിലപ്പം ചില വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ദെൻ ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ്, അത് നമുക്ക് ഓൾവേസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സ്ഥലങ്ങളിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്, ചില സ്ഥലങ്ങളിൽ ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. സോ ഓൾവേസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുകളിലും ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ട്, ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉള്ള രാജ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, സോ സിയും ഡിയും ഇയും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അവയൊന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, സോ എയും ബിയും, അതായത് ലിമിറ്റഡ്, ഗവൺമെന്റിന്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്. അഫ്കോഴ്സ് ഗവൺമെന്റിന്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്, കാരണം ഈ പവേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഗവൺമെന്റിന് പവേഴ്സ് ഉള്ളൂ. അതായത് ഗവൺമെന്റിന് ഒരു ഡെസ്പോട്ടിക് നേച്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൽ ഇല്ല. കാരണം ഗവൺമെന്റ് എല്ലാ പവേഴ്സ് നിർണ്ണയിക്കുന്നത്, നേരെ മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഗവൺമെന്റിന് പവർ കിട്ടുന്നത്. ഓക്കെ, ദെൻ ബി സ്റ്റേറ്റ്മെന്റ് പബ്ലിക് അതോറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് എല്ലാവർക്കും പവറുകളും അതോറിറ്റിയും ഒക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. സോ എയും ബിയും സ്റ്റേറ്റ്മെന്റ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ്. സിയും ഡിയും ഇയും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്, എയും ബിയും സിയും, എയും ബിയും ഇയും, എയും ബിയും ഡിയും. നമ്മളപ്പോ സി ഡി ഇ റോങ് ആണെന്ന് തെളിയിച്ചത് കൊണ്ട് തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്, എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എയും ബിയും മാത്രമാണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഇതിൽ റൈറ്റ് ആയിട്ടുള്ളത്.
യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എ റൈറ്റ് ആണ്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ലിമിറ്റ്സ് ഗവൺമെന്റൽ പവർ ബൈ ബീയിങ് ബൗണ്ട് ടു എ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുറിംഗ് ചെക്സ് ആൻഡ് ബാലൻസസ്. അതായത് ഒരു ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ലിമിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ആ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനോട് ബൗണ്ടഡ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മാത്രമാണ് അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ ഗവൺമെന്റ് ഓവർകം ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും അവരെ ചെക്ക് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഉള്ള ഓർഗൻസും അവിടെ തന്നെയുണ്ട്, ജുഡീഷ്യറിയുടെ ഒക്കെ പേരിൽ. സോ എ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ബി സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് സെർവ്സ് ആസ് എ ഫണ്ടമെന്റൽ സോഴ്സ് ഓഫ് പബ്ലിക് അതോറിറ്റി. നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് പബ്ലിക് അതോറിറ്റിയും ഒഫീഷ്യൽസിനുള്ള പവേഴ്സും ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പോലെയാണ് എല്ലാവർക്കും പവർ കിട്ടുന്നത്. ദെൻ ഡി, സി, ഡി, ഇ ഇതൊക്കെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസി, പിന്നെ പ്രൈം മിനിസ്റ്റർ ഈസ് എ ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും റോങ് ആണ്. ഓക്കെ, നമുക്കിതൊന്നും യൂണിവേഴ്സൽ ആയിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുകളിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഫോർമൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റുകളിൽ പ്രസിഡന്റ് ആവാം, കിങ് ആവാം. പിന്നെ ചില സ്ഥലങ്ങളിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ലിമിറ്റഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അത്ര മാത്രമേ ഉള്ളൂ അതിന് മീനിങ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഇത്തരത്തിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ജസ്റ്റിഷ്യബിൾ റൈറ്റ്? ജസ്റ്റിഷ്യബിൾ ഇൻ ദ സെൻസ് ഏത് മാറ്ററിലാണ് കോർട്ട് ഓഫ് ലോയ്ക്ക് ഇടപെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ അനലൈസ് ചെയ്ത് അതിൽ ജഡ്ജ്മെന്റ്സ് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലംഘിക്കപ്പെടുമ്പോൾ അതിൽ ഇടപെടാൻ പറ്റുന്നത്, അതാണ് ഈ ജസ്റ്റിഷ്യബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ താഴെ പറയുന്ന ഏത് കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ കൊണ്ടുപോയി അതിലൊരു ജഡ്ജ്മെന്റ് വാങ്ങിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ജസ്റ്റിഷ്യബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്: DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ഇതിൽ ഏത് ലംഘിക്കപ്പെടുമ്പോഴാണ് കോർട്ട് ഓഫ് ലോയ്ക്ക് ഇടപെടാനും അതിൽ ലീഗൽ ജഡ്ജ്മെന്റുകൾ പറയാനും, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സിറ്റിസണ് ഇതിൽ ഏത് ലംഘിക്കപ്പെടുമ്പോഴാണ് അയാൾക്ക് കോർട്ട് ഓഫ് ലോയെ അപ്രോച്ച് ചെയ്യാനും അതിലൊരു ലീഗൽ ജഡ്ജ്മെന്റ് വാങ്ങിച്ചെടുത്ത് അത് നേടിയെടുക്കാനും വേണ്ടി പറ്റുന്നത്, അതാണ് ഈ ജസ്റ്റിഷ്യബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, DPSP ജസ്റ്റിഷ്യബിൾ ആണോ? അല്ല. DPSP എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് മാർഗനിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. സ്റ്റേറ്റുകൾ ഏതെങ്കിലും പോളിസികൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ പുതിയൊരു പോളിസി അഡോപ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ DPSPയിലുള്ള കുറച്ച് തത്വങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റുകൾക്ക് ഉപയോഗിക്കാം. അതൊരിക്കലും എൻഫോഴ്സിബിൾ അല്ല, എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. അതായത് അത് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. അഥവാ DPSP അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ കോർട്ട് ഓഫ് ലോയ്ക്ക് അതിൽ ഇടപെടാനും സ്റ്റേറ്റിനെ കൊണ്ട് അത് അനുസരിപ്പിക്കാനും ഉള്ള ഒരു പവർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് DPSP ജസ്റ്റിഷ്യബിൾ അല്ല. ഓക്കെ, ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യയിലെ ഒരു സിറ്റിസൺ അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് ആണ്. ഇതും എൻഫോഴ്സിബിൾ അല്ല. അതായത് കോർട്ട് ഓഫ് ലോയ്ക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോർട്ട് ഓഫ് ലോയ്ക്ക് അത് ഇടപെട്ട് അവരെ കൊണ്ട് നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ പണിഷ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ദെൻ പ്രയാമ്പിളും ഒരു ജസ്റ്റിഷ്യബിൾ ഇൻ ദ സെൻസ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പ്രയാമ്പിളിൽ പറയുന്നത്. അതും ജസ്റ്റിഷ്യബിൾ അല്ല. അതായത് കോർട്ട് ഓഫ് ലോയിൽ അതിൽ ഇടപെട്ട് ലീഗൽ ജഡ്ജ്മെന്റ്സ് കൊണ്ടുവരിക, അതൊന്നും പോസിബിൾ അല്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ പ്രയാമ്പിൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ജസ്റ്റിഷ്യബിൾ റൈറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്രയാമ്പിൾ അത്തരത്തിലുള്ള ഒരു റൈറ്റ് അല്ല, അതൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ബേസിക് സ്ട്രക്ചർ എന്നുള്ള പേരിൽ അത് പ്രൊട്ടക്റ്റഡ് ആണ്, ജസ്റ്റിഷ്യബിൾ അല്ല. ദെൻ ഇതിൽ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് കോർട്ട് ഓഫ് ലോയ്ക്ക്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോർട്ടിനെ, ജുഡീഷ്യറിയെ അപ്രോച്ച് ചെയ്യാനും കോർട്ട് ഓഫ് ലോയെ അപ്രോച്ച് ചെയ്യാനും അതിൽ ലീഗൽ ജഡ്ജ്മെന്റ്സ് വാങ്ങിച്ചെടുക്കാനും അങ്ങനെ ആ ലംഘിക്കപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് നേടിയെടുക്കാനും വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ജസ്റ്റിഷ്യബിൾ റൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ,
നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. Indian Constitution fundamental rights are justiciable, meaning they were enforceable by the courts. If any fundamental rights is violated, an individual can approach the judiciary for protection and redressal under Article 32 and 226. Article 32 Article 226 പ്രകാരം ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കോർട്ട് ഓഫ് ലോ ജുഡീഷ്യറി അപ്രോച്ച് ചെയ്യാനും അതിനുള്ള പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 32ലും 226ലും എന്താണ് പറയുന്നത്? 32 അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. അതായത് 5 റിട്ടുകളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെർഷ്യോററി, കോ വാറന്റോ, പ്രൊഹിബിഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ റിട്ടുകൾ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെട്ട് ഒരു ലീഗൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ റിഡ്രസൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആർട്ടിക്കിൾ 226 ഇതേ റൈറ്റ് ഹൈക്കോടതികൾക്ക് കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് 32 കൊടുക്കുന്നു, ഹൈക്കോടതികൾക്ക് ഈ റിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനങ്ങളിൽ ഇടപെടാനുള്ള റൈറ്റ് 226 പ്രകാരം ഹൈക്കോടതികൾക്കും ഉണ്ട്. ഓക്കെ, ഹൈക്കോടതികൾക്കും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് റിഡ്രസൽ, അതായത് അവർക്കുള്ള പരിഹാരം ജഡ്ജ്മെന്റ്സ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള ഏതാണ്? ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിൽ പെടുന്ന കാര്യമാണ്. ഇതിൽ ആകെ റൈറ്റ് ആയിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റീഷ്യബിൾ റൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ഓഫ് ഇന്റർനാഷണൽ റിയലിസം? സോ ഇന്റർനാഷണൽ റിലേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളിൽ ഒന്നാണ് റിയലിസം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ലിബറലിസം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. ഈ 3 തിയറീസ് ആണ് ഫൗണ്ടേഷണൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ തിയറികൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടും ഈ റിയലിസം, ലിബറലിസം, കൺസ്ട്രക്റ്റിവിസം ഒക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. റിയലിസം എന്ന് പറയുന്ന ഒരു തിയറി, അതിൽ കുറെ സബ് വേരിയൻസ് ഉണ്ട്. ലിബറലിസത്തിനും ഉണ്ട്, കൺസ്ട്രക്റ്റിവിസത്തിനും ഒക്കെ ഒരു കുറെ പിന്നീട് വേരിയൻസ് ഉണ്ടാവുന്നുണ്ട്, പല ടൈപ്സ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ബേസിക് ആയിട്ടും റിയലിസം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സെക്യൂരിറ്റിക്കും പവറിനും വേണ്ടിയാണ്. അവർ പവർ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. സ്റ്റേറ്റുകൾ എപ്പോഴും ഇൻസെക്യൂർഡ് ആണ്. മറ്റ് സ്റ്റേറ്റുകളുടെ പവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ എന്താ പറയാ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇംപ്രൂവ് ആവുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളും ഇൻസെക്യൂർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റുകൾ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഇതുള്ളതാണ് റിയലിസത്തിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഒപ്പം തന്നെ ലിബറലിസത്തിലേക്ക് വരുമ്പോൾ ലിബറലിസം പറയുന്നത് എപ്പോഴും കോൺഫ്ലിക്ച്വൽ അല്ല. സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും കോൺഫ്ലിക്ച്വൽ അല്ല. അവർ തമ്മിൽ കോപ്പറേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിലൂടെ ഒരു അബ്സല്യൂട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ, മ്യൂച്വൽ ആയിട്ടുള്ള ഗെയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റേറ്റുകൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അവർ തമ്മിൽ കോപ്പറേഷൻ ഉണ്ട്. ാണ് ലിബറലിസം പറയുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വരുമ്പോൾ ഈ ലിബറലിസവും റിയലിസവും കൂടുതൽ മെറ്റീരിയൽ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ കൺസ്ട്രക്റ്റിവിസം പറയുന്നത് ഈ മെറ്റീരിയൽ കാര്യങ്ങളല്ല സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബിഹേവിയറിനെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത്. നേരെ മറിച്ച് നോംസ്, വാല്യൂസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്ന കൈൻഡ് ഓഫ് വാല്യൂസ് ഒക്കെയാണ് ഒരു സ്റ്റേറ്റിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത് എന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 3. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇതിൽ പർട്ടിക്കുലർലി റിയലിസത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റിയലിസം എന്ന് പറയുന്നത് ക്ലാസിക്കൽ റിയലിസം എന്ന് പറയും, ഹാൻസ് ജെ മോർഗൻതോയുടെ ഒക്കെ. പിന്നീട് അങ്ങോട്ട് കെനത്ത് വാൾസിന്റെ സ്ട്രക്ചറൽ റിയലിസം, ഇയാൻ ഷെയ്മറിന്റെ സ്ട്രക്ചറൽ റിയലിസം ഓർ നിയോ റിയലിസം, അതിൽ തന്നെ ഒഫെൻസീവ്, ഡിഫെൻസീവ്, ഇങ്ങനെ ഒരുപാട് വേരിയൻസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതിലെല്ലാം തന്നെ പറഞ്ഞിപ്പം റിയലിസം, ക്ലാസിക്കൽ റിയലിസത്തിൽ നിന്നും സ്ട്രക്ചറൽ റിയലിസത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ച്വൽ ആണ്. അതിന്റെ റീസൺ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഒരു അനാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അനാർക്കി എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് എ സെൻട്രൽ പവർ. അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂ നടക്കുകയാണെങ്കിൽ അവിടെ പീസ് എൻഫോഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും അവിടെ ഒരു പവർ ഇല്ല. ഒരു സെൻട്രൽ പവറിന്റെ ആബ്സെൻസ് ഉണ്ട് അവിടെ. ഒരു സ്റ്റേറ്റിന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവര് ഒരു തന്റെ ബൗണ്ടറി വിട്ടുപോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. അപ്പം അവരെ കൺട്രോൾ ചെയ്യാനും അവരുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാനും അവിടെ ഒരു പവർ ഇല്ല. ഇപ്പൊ UN പോലെയുള്ള മൾട്ടിലാറ്ററൽ ബോഡികൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും മിക്ക സമയങ്ങളിലും അവരൊക്കെ യൂസ്ലെസ് ആണ്. അവർക്കൊന്നും ആ എൻഫോഴ്സിബിൾ പവർ ഇല്ല, അനുസരിപ്പിക്കാനുള്ള ഒരു പവർ ഇല്ല. സോ അത്തരത്തിലുള്ള ഒരു സെൻട്രൽ പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റിനും
അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റും. സോ ഇത് പരസ്പരമുള്ള ഇൻസെക്യൂരിറ്റീസിന് കാരണമാകും. അങ്ങനെ അവരെപ്പോഴും സെക്യൂരിറ്റിയെ കുറിച്ച് ഭയങ്കര ബോധേഡ് ആയിരിക്കും. ഒപ്പം തന്നെ എപ്പോഴും ഒരു സംശയത്തോടെ ആയിരിക്കും നെയ്ബറിംഗ് കൺട്രിയെയും മറ്റ് കൺട്രീസിനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ടെൻഷൻ സ്റ്റേറ്റുകൾ തമ്മിലുണ്ടാവും. സോ അവർ തമ്മിലുള്ള ബന്ധം എപ്പോഴും കോൺഫ്ലിക്റ്റിലാവും. ഇത് റിയലിസം, സ്ട്രക്ചറൽ റിയലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം. എ ഓപ്ഷൻ, domestic politics is characterized by hierarchy and international politics is by anarchy. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ആണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അനാർക്കി ആണ്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ഈസ് ഹൈറാർക്കി. സോ ഇത് റിയലിസമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? യെസ്, അത് റിയലിസമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോയിന്റ് ആണ്. സ്ട്രക്ചറൽ റിയലിസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദെൻ പവർ ഈസ് ബോത്ത് മീൻസ് ആൻഡ് എൻഡ്സ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ മൂന്ന് തിയറികളിലും ലിബറലിസം, റിയലിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം, ഇതിൽ പവറിനും സെക്യൂരിറ്റീസിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എസ്പെഷ്യലി ഫോർ പവർ. എല്ലാ സ്റ്റേറ്റും പവർ ഗെയിൻ ചെയ്യാനാണ് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള വാദം റിയലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നതാണ്. അതാണ് ഈ ബോത്ത് എൻഡ്സ്, മീൻസ് ആൻഡ് എൻഡ്. പവർ ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതാണ് എൻഡ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എൻഡ് പവർ ആണ്. അതിലേക്ക് അവരെങ്ങനെയാണ് എത്തിച്ചേർന്നത്, അതിലേക്ക് അവർ ഉപയോഗിക്കുന്ന മീൻസ് എന്താണ്, അതും പവർ തന്നെയാണ്. സോ പവർ ഈസ് ബോത്ത് മീൻസ് ആൻഡ് എൻഡ്. സോ പവർ ആണ് മാക്സിമം, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റുകളാണ്. സോ ബി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, റിയലിസ്റ്റുകൾ പറയുന്ന വാദം തന്നെയാണ്. സി, ബിലീവ്സ് ഇൻ റിലേറ്റീവ് ഗെയിൻ റാദർ ദാൻ അബ്സല്യൂട്ട് ഗെയിൻ. അതും റിയലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ റിലേറ്റീവ് ഗെയിൻ, എന്താണ് ഈ അബ്സല്യൂട്ട് ഗെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം റിലേറ്റീവ് ഗെയിൻ എന്നാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സ്റ്റേറ്റുകള് പരസ്പരമുള്ളൊരു അവിടെ ഒരു അനാർക്കി ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ വേണേ ബിഹേവ് ചെയ്യാം, ആരും ഇല്ല അവിടെ, ചോദിക്കാനും പറയാനും അറിയില്ല. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയാണെങ്കിൽ പറയും, അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യും. സോ ഒരു സ്റ്റേറ്റ് പവർ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അപ്പോൾ അത് കാണുന്ന ബി എന്ന് പറയുന്ന സ്റ്റേറ്റും ഇൻസെക്യൂർഡ് ആവുകയാണ്. എ ഏത് സമയത്തും തന്നെ ആക്രമിക്കാം, തന്റെ സെക്യൂരിറ്റി ഇൻസെക്യൂർഡ് ആവുകയാണ്. സോ ബി എന്ത് ചെയ്യും, ബിയും പവർ വർദ്ധിപ്പിക്കും. സോ എ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ബിയും പവർ വർദ്ധിപ്പിക്കുന്നുണ്ടാവുക. സോ അവിടെ ഒരു റിലേറ്റീവ് ഗെയിൻ ആണ് നടക്കുന്നത്. അതായത് ഒരാൾ വളരുന്നു, അതിനനുസരിച്ച് മറ്റേയാൾ വളരുന്നു. സോ റിലേറ്റീവ് ആയിട്ടുള്ള ഗെയിൻ. അവർ പരസ്പരം മ്യൂച്വലി കോപ്പറേറ്റ് ചെയ്യുന്നോ മ്യൂച്വലി സംസാരിക്കുന്നോ ഒന്നുമില്ല. ഇവർ പരസ്പരമുള്ള പവറിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ റിലേറ്റീവ് ഗെയിൻ എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ടിക് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ടിക് ഗെയിൻ ലിബറലിസം പറയുന്ന ഒരു വാദമാണ്. അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത്, മ്യൂച്വലി കോപ്പറേറ്റ് ചെയ്ത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ, നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ, അതായത് എ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബി ഇൻക്രീസ് ചെയ്യുന്നു. ചിലപ്പം എ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്ക് അതിനുള്ള ഇക്കോണമിയും അതിനുള്ള സോഴ്സസും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പം ബി കമ്പാരിറ്റീവ്ലി ചെറിയ സ്റ്റേറ്റ് ആയിരിക്കും എ വെച്ച് നോക്കുമ്പോൾ. സോ ബി റിലേറ്റീവ് ഗെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ബി ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ കോപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല. എയും ബിയും തമ്മിൽ കോപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ അവർക്ക് പരസ്പരമുള്ള മ്യൂച്വൽ ആയിട്ടുള്ള സഹകരണത്തിലൂടെ അവർക്ക് കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ സിറ്റുവേഷൻ ഉള്ളതിനേക്കാളും ഗെയിന് രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അബ്സല്യൂട്ട് ഗെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അൺനെസസറി ആയിട്ടുള്ള പവർ, ഇൻസെക്യൂർഡ് ആയിട്ടുള്ള, ഇപ്പൊ പവർ ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൂട്ടാന്ന് വിചാരിക്കാം റിലേറ്റീവ് ഗെയിൻ സിറ്റുവേഷനിൽ. പക്ഷെ മ്യൂച്വൽ ഗെയിനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് പരസ്പരം കോപ്പറേറ്റ് ചെയ്യാണ്, ഇവർ പരസ്പരം ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവർക്ക് പരസ്പരം പേടി ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് അൺനെസസറി ആയിട്ടുള്ള മിലിറ്ററി എക്സ്പെൻഡിച്ചറിൽ നിന്നും കാര്യങ്ങൾ മാറ്റി ഡെവലപ്മെന്റ്സിലേക്കോ ഇക്കോണമിയിലേക്കോ ശ്രദ്ധ തിരിക്കുക. സോ അതൊരു അബ്സല്യൂട്ടിക് ഗെയിൻ ആണ് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, സോ ഈ അബ്സല്യൂട്ടിക് ഗെയിൻ എന്ന് പറയുന്ന പോയിന്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലിബറലിസം ആണ്. സോ റിലേറ്റീവ് ഗെയിന് റിയലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അബ്സല്യൂട്ട് ഗെയിന് ലിബറലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് പലപ്പോഴും മാച്ച് ദ ലിസ്റ്റിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ സി സ്റ്റേറ്റ്മെന്റ് റിയലിസമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ബിലീവ്സ് ഇൻ റിലേറ്റീവ് ഗെയിൻ റാദർ ദാൻ അബ്സല്യൂട്ട് ഗെയിൻ. റിലേറ്റീവ് ഗെയിനിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. സോ അത് റിയലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എയും ബിയും സിയും കറക്റ്റ് ആണ്. ഇനി ഡി, അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ്സ് മേക്സ് ഓഫ് ഇറ്റ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള അലക്സാണ്ടർ വെന്റ് എന്ന് പറയുന്ന ഒരു തിങ്കറിന്റെ വാക്കുകളാണ്. അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ്സ് മേക്സ് ഓഫ് ഇറ്റ്. അദ്ദേഹം ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിങ്കറാണ്. ഓക്കെ, സോ ഇത് കൺസ്ട്രക്റ്റിവിസം പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് റിയലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല,
ഇൻകറക്റ്റ് ആണ്. ഇത് കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. നമ്മൾ നേരത്തെ പറഞ്ഞു റിയലിസം വിശ്വസിക്കുന്നത് അനാർക്കിയിലാണെന്ന് അല്ലെ. അനാർക്കി കാരണമാണ് സ്റ്റേറ്റുകളുടെ നേച്ചർ കോൺഫ്ലിക്റ്റുകളാകുന്നതും സ്റ്റേറ്റ് എപ്പോഴും മറ്റു രാജ്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെടുന്നതും എന്നാണ് റിയലിസം പറയുന്നതെങ്കിൽ കൺസ്ട്രക്റ്റിവിസം പറയുന്നത് അനാർക്കി അങ്ങനെയല്ല. ഒരു അനാർക്കിക് സിറ്റുവേഷനിൽ സ്റ്റേറ്റ് എങ്ങനെ മറ്റ് സ്റ്റേറ്റുകളെ പെർസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ആ ബന്ധം കോൺഫ്ലിക്ച്വൽ ആവാതിരിക്കാം എന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നത്. അതായത് ഇൻ ദ ഫസ്റ്റ് കേസ്, അതായത് റിയലിസ്റ്റുകൾ പറയുന്നത് അനാർക്കി കാരണം സ്റ്റേറ്റിന് വേറെ നിവർത്തിയില്ല അല്ലെങ്കിൽ വേറൊരു ചോയ്സ് ഇല്ല, അവർക്ക് കോൺഫ്ലിക്റ്റ് ആയേ പറ്റുള്ളൂ. പക്ഷെ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നത് അനാർക്കിയിൽ കോൺഫ്ലിക്റ്റ് മാത്രമല്ല ഉണ്ടാവുക, ഒരു സ്റ്റേറ്റ് എങ്ങനെ മറ്റേ സ്റ്റേറ്റിനെ പെർസീവ് ചെയ്യുന്നു അതിനനുസരിച്ച് അവരുടെ ബന്ധം മാറാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സ്റ്റേറ്റ് മറ്റേ സ്റ്റേറ്റിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനെ എടുക്കുക. ഇന്റർനാഷണൽ സിസ്റ്റം അനാർക്കിയാണ് അല്ലെ. സോ ഇന്ത്യ പാകിസ്ഥാനെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവർ തമ്മിൽ കോപ്പറേഷൻ നടക്കാം. നേരെ മറിച്ച് ഇന്ത്യ പാകിസ്ഥാനെ ഒരു എനിമി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് മാത്രമേ നടക്കുള്ളൂ. റിയലിസ്റ്റുകൾ പറയുന്നത് എല്ലാ സ്റ്റേറ്റും മറ്റേ സ്റ്റേറ്റിനെ എനിമി ആയിട്ടാണ് കാണുന്നതെന്നാ, അനാർക്കി കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ബിഹേവിയർ. പക്ഷെ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഫ്രണ്ട് ആയിട്ട് കാണുവാണെങ്കിൽ ആ ബന്ധം കോൺഫ്ലിക്റ്റിൽ ആവണമെന്നില്ല. അപ്പം ഈ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് വേറൊരു മുസ്ലിം കൺട്രി ആയിട്ടുള്ള ഇറാൻ, ഇന്ത്യ ഇറാനെ ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കോപ്പറേഷൻസ് ഉണ്ട്, അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ പെർസീവ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അനാർക്കി എപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് അവസാനിക്കണമെന്നില്ല. അനാർക്കി കാരണമാണ് കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ് എങ്ങനെ മറ്റേ സ്റ്റേറ്റിനെ പെർസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ബിഹേവിയർ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഇതൊരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഞാനിപ്പോ ഇത് ഇവിടെ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് അലക്സാണ്ടർ വെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. സോ ഡി റോങ് ആണ്. ആൻഡ് ഇ, ലൈക്ക് ഓൾ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇസ് ദ സ്ട്രഗിൾ ഫോർ പവർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പവർ ആണ് എല്ലാം. അതായത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എപ്പോഴും ഒരു സ്ട്രഗിൾ ഫോർ പവർ ആണ്. സ്റ്റേറ്റ് എപ്പോഴും ശ്രമിക്കുന്നത് പവറിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റേറ്റുകൾ തമ്മിൽ എപ്പോഴും ഈ ഒരു പവറിന് വേണ്ടി ഒരു സ്ട്രഗിൾ ഉണ്ട് എന്ന് വിശ്വസിക്കും. അത് റിയലിസ്റ്റുകളുടെ വാദം തന്നെയാണ്. സോ എ, ബി, സി, ഇ എല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. സോ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഡി എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 2 ഓപ്ഷൻസ് പോവും. പിന്നെയുള്ളത് എ, ബി, സി, എ, ബി, സി, ഇ. സോ 4th ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ എ, ബി, സി, ഇ ഇതാണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. എ, ബി, സി, ഇ ഇതൊക്കെയാണ് ഇന്റർനാഷണൽ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. റിയലിസം posits that the international system is inherently anarchic, lacking a central authority which forces state to rely on power as both as means of survival and end in itself. Already explained ചെയ്തതാണ്. Realistical concentrate on relative gains, stressing that states are primarily concerned with maintaining their power balance rather than achieving mutual benefits, leading to a constant competition for security and influence. In റിയലിസത്തിൽ ഒരിക്കലും നമുക്ക് കോപ്പറേറ്റ് ചെയ്താൽ കിട്ടാവുന്ന മ്യൂച്വൽ ബെനിഫിറ്റ്സിലായിരിക്കില്ല സ്റ്റേറ്റുകൾ ശ്രദ്ധിക്കുക. നേരെ മറിച്ച് എപ്പോഴും മറ്റേ സ്റ്റേറ്റുമായിട്ട് തന്നെ പവർ ബാലൻസ് ചെയ്യാനായിരിക്കും സ്റ്റേറ്റുകൾ എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് റിയലിസ്റ്റുകളുടെ വാദം. മറ്റേത്, അതായത് മ്യൂച്വൽ കോപ്പറേഷനിലൂടെ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗെയിൻസ് ഉണ്ടാക്കാം എന്ന് പറയുന്നത് ലിബറലിസ്റ്റുകളാണ്. ഓക്കെ, ദെൻ അനാർക്കി ഈസ് വാട്ട് സ്റ്റേറ്റ് മേക്സ് ഓഫ് ഇറ്റ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂ പോയിന്റ് ആണ്, അലക്സാണ്ടർ വെന്റിന്റെ ആണ്. സോ അത് ഒന്ന് ശ്രദ്ധിക്കുക. Constructivists argue that nature of anarchy is not fixed but is shaped by the perceptions of the action of state, challenging the realist notion of a strictly competitive and unchanging anarchic system. കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ മെയിൻ ആയിട്ടും ഈ വാല്യൂസ്, നോംസ്, ഐഡന്റിറ്റി ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നതെന്നാണ് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് തിയറികളെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഓക്കെ, ഇന്റർനാഷണൽ റിലേഷൻസിലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ മൊഡ്യൂളുകൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് ഈ തിയറികളെ കുറിച്ച്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, തിയറികൾ നന്നായിട്ട് മനസ്സിലാക്കുക.
സോ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഹു ഫൗണ്ടഡ് ഓൾ ഇന്ത്യ ഹരിജൻ സംഘ്? സോ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആര് ഫൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. നാരായണ ഗുരു, മഹാത്മാഗാന്ധി, ജ്യോതിബ ഫുലെ, ഒറോബിന്ദോ ഘോഷ്. ഇതില് ഗാന്ധിയുടെയാണ് അല്ലെ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ്. ഹരിജൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കീവേഡ് ഓർത്ത് വെക്കുക. ഹരിജൻ മഹാത്മാഗാന്ധിയുടെ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിൽ പോകുമ്പോൾ ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ M.K. Gandhi in the year 1932 in Bombay. It is a non-profit organization. 1932 ബോംബെയിലാണ് അദ്ദേഹം അത് ഫൗണ്ട് ചെയ്യുന്നത്. വർക്കിംഗ് ഫോർ ഹരിജൻ ഓർ ദളിത് പീപ്പിൾ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് ഓഫ് ഇന്ത്യ. ഹരിജൻ എന്ന പദം, ദളിത് എന്ന് പറയുന്ന പദത്തിന് പകരം ഹരിജൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അത്തരത്തിലൊന്ന് ആലോചിച്ചാൽ മതി. ഇറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ഗാന്ധി ആശ്രം, കിങ്സ്വേ, ഡൽഹി, വിത്ത് ദി ബ്രാഞ്ചസ് ഇൻ 26 സ്റ്റേറ്റ്സ്. ഓക്കെ, ഡൽഹിയിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഹരിജൻ സമാജ് ഗാന്ധി 1932, അത് ഓർത്ത് വെക്കുക. ഡിപ്രസ്ഡ് ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹരിജൻ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് MK ആണ്. ഹരിജൻ, ഹരി എന്ന് പറയുന്നത് ഹിന്ദു ഡൈറ്റി ആയിട്ടുള്ള വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. സോ ഹരിജൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വന്തം ദൈവത്തിന്റെ സ്വന്തം മനുഷ്യർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഹരിജൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ദളിത് ആ സമയത്ത് വളരെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളിയാക്കലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദം ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതിന് പൊളിറ്റിക്സ് ഉണ്ട്. ഗാന്ധിയുടെ പൊളിറ്റിക്സ് ആയിരുന്നു. ഗാന്ധി ഹരിജൻ എന്ന് വിളിച്ചു, പക്ഷെ എല്ലാ ദളിത് പീപ്പിളും ഒന്നും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട. ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ M.K. Gandhi in 1932. ഓക്കെ, സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് ആണ്. മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലുള്ള കാര്യങ്ങൾ നമ്മൾ മാച്ച് ചെയ്യണം. ഇത് ലിബറലിസം, മാർക്സിസം, ഫെമിനിസം, കൺസ്ട്രക്റ്റിവിസം, അതായത് പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് മാച്ചിൽ ലിസ്റ്റ് 1ലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ദി ഗവൺമെന്റ് റിക്വയർസ് എ സ്പെഷ്യൽ എലൈറ്റ്, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻകേപ്പബിൾ ഓഫ് ഇഫക്റ്റീവ് സെൽഫ് ഗവൺമെന്റ്, political democracy ignores the lack of democracy in economic relations, democratic system reflect gender difference in society. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഏത് തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഏത് അപ്രോച്ചായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗവൺമെന്റ് റിക്വയർസ് എ സ്പെഷ്യൽ എലൈറ്റ്. സോ അതിനുള്ള ഒരു കീവേഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എലൈറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. സോ ആരാണ് കൂടുതൽ, ഏത് തിയറിസ്റ്റുകളാണ് ഒരു എലൈറ്റുകളെ കുറിച്ച് സംസാരിക്കുന്നത്? ഒരു സൊസൈറ്റിയിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവര് ഇന്റലക്ച്വലി അല്ലെങ്കിൽ നോളജബിളി അല്ലെങ്കിൽ വെൽത്ത്, ഇൻ ടേംസ് ഓഫ് വെൽത്ത്, അവരെയാണ് എലൈറ്റുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. സോ അവര് റൂൾ ചെയ്യണം എന്ന് പറയുന്നത് ഏത് തിയറിയാണ്? ബേസിക്കലി അതിൽ എലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കൺസർവേറ്റീവിസം ആണ്. കൺസർവേറ്റീവിസ്റ്റുകളാണ് കൂടുതലായിട്ടും എലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും അവര് ഗവൺമെന്റിനെ റൂൾ ചെയ്യണം എന്ന് വാദിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടാമത്തത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻകേപ്പബിൾ ഓഫ് ഇഫക്റ്റീവ് സെൽഫ് ഗവൺമെന്റ്. സോ ഇതില് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലിബറലിസ്റ്റുകൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് തുടക്ക കാലഘട്ടങ്ങളിലുള്ള ലിബറലിസ്റ്റുകൾ, ക്ലാസിക്കൽ ലിബറലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോപ്പുലേഷനിൽ എല്ലാവർക്കും റൂൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ പവർ ഇല്ല. അവര് കൂടുതലായിട്ടും പറഞ്ഞത് എല്ലാവർക്കും റൂൾ ചെയ്യാനുള്ള ഒരു പവർ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റൂൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യണം. ഇലക്ഷൻസ് പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചൂസ് ചെയ്യണം. അവരാണ് പിന്നീട് റൂൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യകാലങ്ങളിൽ ലിബറലിസ്റ്റുകൾക്ക് ഉണ്ടായത്. അവർ ഈ ക്വാളിറ്റിയുടെയും ഒരു സ്കില്ലുകളുടെയും ഒക്കെ ബേസിൽ പീപ്പിളിനെ ഡിവൈഡ് ചെയ്യുമായിരുന്നു ജനങ്ങളെ. അപ്പൊ അതിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് റൂൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവര് എന്ന് പറയായിരുന്നു. അത് ലിബറലിസ്റ്റുകൾ പറഞ്ഞിരുന്ന ഒരു വാദമാണ് ഇനീഷ്യൽ പീരീഡിൽ, ക്ലാസിക്കൽ പീരീഡിൽ. Then political democracy ignores the lack of democracy in economic relations. So economic relations എന്ന് പറയുന്ന ഒരു കീവേഡ് അവിടെ ഐഡന്റിഫൈ ചെയ്യാം. ഏത് തിയറിസ്റ്റുകളായിരിക്കും കൂടുതലും ഇക്കണോമിക് റിലേഷൻസിനെ പൊളിറ്റിക്കൽ റിലേഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക? മാർക്സിസ്റ്റുകളായിരിക്കും അല്ലെ. അപ്പൊ മാർക്സിസം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് പൊളിറ്റിക്കൽ ഡെമോക്രസി എപ്പോഴും ഒരു ഇക്കണോമിക് ഡെമോക്രസി, അതായത് ഇക്കണോമിക് റിലേഷൻസിലുള്ള ഒരു ഇക്വാലിറ്റിയെ പലപ്പോഴും നെഗ്ലക്ട് ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്സിസ്റ്റുകളാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് എല്ലാവർക്കും വോട്ടവകാശം, ഇലക്ഷൻസിലൂടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സോവറിനിറ്റി,
ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സ് വരിക, ഇവിടെ ഒരു ഈക്വാളിറ്റി കൊണ്ടുവരിക. ഇതിനേക്കാളൊക്കെ ഉപരി ഇക്കണോമിക് ഡെമോക്രസിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇക്കണോമിക് റിലേഷൻസിലുള്ള ക്ലാസ് ഡിവിഷൻസിനെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്സിസ്റ്റ്. ഓക്കെ, സോ ഡെമോക്രാറ്റിക് സിസ്റ്റം റിഫ്ലക്ട്സ് ജെൻഡർ ഡിവിഷൻസ് ഇൻ സൊസൈറ്റി. സോ അവിടെ കീവേഡ് ഏതാണ്? ജെൻഡർ ഡിവിഷൻസ് ആണ്. ജെൻഡർ ഡിവിഷൻസിനെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള തിയറിസ്റ്റുകൾ ആരായിരിക്കും? ഫെമിനിസ്റ്റുകളായിരിക്കും. സോ ഫെമിനിസം. ഇതുപോലെ കീവേഡ്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് A4, B1, C2, D3. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് A4, B1, C2, D3. ഓക്കെ, അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. യെസ്, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസും കൂടെ നോക്കാം. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റ് റിക്വയർസ് എ സ്പെഷ്യൽ എലൈറ്റ്. കൺസർവേറ്റിവിസം ഓഫൺ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ ക്വാളിഫൈഡ് നോളജബിൾ എലൈറ്റ് ഇൻ ഗവേണൻസ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ട്രഡീഷൻ, സ്കെപ്റ്റിക്കൽ ഓഫ് മാസ് പാർട്ടിസിപ്പേഷൻ. കൺസർവേറ്റിവിസ്റ്റുകളാണ് എപ്പോഴും ഒരു എലൈറ്റ് റൂൾ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ട്രഡീഷൻസിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ലാത്ത ആൾക്കാർ റൂൾ ചെയ്യണം. സൊസൈറ്റിയിൽ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ ഒന്നും കൺസർവേറ്റിവിസ്റ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. Then majority of the population are incapable of effective self-government. പറയുന്നത് ലിബറലിസ്റ്റുകളാണ്. Some early liberal theorists argues that not all citizens might be capable of effective self-governance, hence supporting limited suffrage initially. അതായത് എല്ലാവർക്കും ഒന്നും റൂൾ ചെയ്യാനുള്ളതോ അങ്ങനെയുള്ള കാപ്പബിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. സോ അവര് ആദ്യം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലിമിറ്റഡ് സഫറേജിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. Then political democracy ignores the lack of democracy in economic relations. നമ്മൾ ഓൾറെഡി അത് സംസാരിച്ചാണ്. മാർക്സിസം ആണ് ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയും ഇക്കണോമിക് റിലേഷൻസിനും ഒക്കെ കമ്പയർ ചെയ്ത് പറയുന്നത്. ഒപ്പം തന്നെ മാർക്സിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് മുന്നേ വേണ്ടത് ഇക്കണോമിക് ഡെമോക്രസിയാണ്. ഓക്കെ, ദെൻ ഡി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ, ഡി ഓപ്ഷൻ നോക്കുമ്പോൾ ഡെമോക്രാറ്റിക് സിസ്റ്റംസ് റിഫ്ലക്ട് ജെൻഡർ ഡിവിഷൻസ് ഇൻ സൊസൈറ്റി. ജെൻഡർ വരുമ്പോൾ ഒബ്വിയസ്ലി അത് ഫെമിനിസ്റ്റുകൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാദമായിരിക്കും. ഓക്കെ, ഇതുപോലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഡെലിബറേറ്റീവ് ഡെമോക്രസി ചാമ്പ്യൻസ്, അതായത് ഡെലിബറേറ്റീവ് ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ അതിൽ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, ഇൻഫോർമൽ ഡിബേറ്റ് ഡെലിബറേറ്റീവ് ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ? ഡയറക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസ്, പബ്ലിക് യൂസ് ഓഫ് റീസൺ, ഇംപാർഷ്യൽ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, മോണിസം ആസ് വെൽ ആസ് ഡുവലിസം. ഇതിൽ ഡെലിബറേറ്റീവ് ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? എന്താണ് ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ആണ്. അതായത് ഡെലിബറേറ്റീവ്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ എൻഗേജ്മെന്റോട് കൂടി, അതായത് കൃത്യമായിട്ട് ഡിസ്കഷൻസും ഡിബേറ്റും ഒക്കെ വളരെ ഫോർമൽ ആയിട്ട് നടക്കുന്ന ഒരു സെറ്റിംഗ്സിനെയാണ് നമ്മൾ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. വളരെ പ്ലാൻഡ് ആയി, ഫോക്കസ് ആയി, സ്ട്രക്ചേർഡ് ആയി ഡിസ്കഷൻസ് നടക്കുന്നു. അതിൽ പബ്ലിക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ പബ്ലിക് റീസണബിൾ ആയിട്ട് ഡിസ്കഷൻസ് കൈകാര്യം ചെയ്യുന്നു. അതായത് ചുമ്മാ നമ്മൾ പറയത്തില്ല ഇൻഫോർമൽ ആയി അല്ലെങ്കിൽ വളരെ കാമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡിസ്കഷൻസ് അല്ല ഉദ്ദേശിക്കണേ. വളരെ റീസണബിൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസിനെയാണ് ഡെലിബറേറ്റീവ് ഡെമോക്രാറ്റിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തിയറി ഓഫ് പബ്ലിക് സ്പേസ് എന്നൊക്കെ പറഞ്ഞ ഹെബർമാസിന്റെ കുറെ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഡെലിബറേറ്റീവ് ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ബിയും സിയും ആണ്. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസ്, പബ്ലിക് യൂസ് ഓഫ് റീസൺ. സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ റീസണബിൾ ആയിട്ടുള്ള, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അത് ഫോർമൽ ആയിട്ടുള്ള സെറ്റിംഗ്സിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെലിബറേറ്റീവ് ആയിട്ടാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. ഈ എ ഓപ്ഷൻ ഇല്ലാത്തത് ഇൻഫോർമൽ ഡിബേറ്റ്, അതായത് ഇൻഫോർമൽ അല്ല ഫോർമൽ ആയിട്ടുള്ള ഡിബേറ്റ് ആണ് ഡെലിബറേറ്റീവ് ഡെമോക്രസിയിൽ നടക്കുക. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇംപാർഷ്യൽ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടില്ലായിരുന്നോ? അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെലിബറേറ്റീവ് ഡെമോക്രസി ഒരിക്കലും ട്രൂത്ത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല. അവിടെ കൂടുതലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മ്യൂച്വൽ പബ്ലിക് കൺസെൻസസിൽ ഡിസിഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ലൈക്ക് ഒരു ട്രൂത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അബ്സല്യൂട്ടിക് ആയിട്ടുള്ള ഒരു ട്രൂത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഡെലിബറേറ്റീവ് ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്ന് അതിലൂടെ പബ്ലിക് കൺസെൻസസ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ബിയും സിയും മാത്രം ചൂസ് ചെയ്യുന്നത്. സോ ഇതിൽ എ എന്ന് പറയുന്നത് ഇൻഫോർമൽ ഡിബേറ്റ് ആയിരുന്നു അല്ലെ.
സോ എ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻ എയും 1ഉം 3ഉം 4ഉം റോങ് ആണ്. സോ നമുക്ക് ഇതിൽ എലിമിനേഷൻ മെത്തേഡ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഇച്ചിരി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിൽ പോലും ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. ഡെലിബറേറ്റീവ് ഡെമോക്രസി ഒരു ഫോർമൽ സെറ്റിംഗിലാണ് നടക്കുക എന്നുള്ള ഒരൊറ്റ പോയിന്റ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇൻഫോർമൽ ഡിബേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ കട്ട് ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഓപ്ഷൻ 1, ഓപ്ഷൻ 3, ഓപ്ഷൻ 4 ഇതൊക്കെ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതും എല്ലാം എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പൊ ഇതിലെ ആകെ ആൻസർ ശരിയാവുന്നത് ബിയും സിയും സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, യെസ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഡെലിബറേറ്റീവ് ഡെമോക്രസി ഈസ് എ മോഡൽ ഓഫ് ഡെമോക്രസി വിച്ച് എംഫസൈസസ് ദ റോൾ ഓഫ് ഡിസ്കഷൻ, റീസണിംഗ് ആൻഡ് ഇൻഫോംഡ് ഡിബേറ്റ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഡിസ്കഷൻസിനും റീസണിങ്ങിനും ഇൻഫോംഡ് ഡിബേറ്റ്സ്, ഇൻഫോർമൽ അല്ല ഇൻഫോംഡ് ഡിബേറ്റ്സ്, അതായത് ഫോർമൽ ആയിട്ടുള്ള ഡിബേറ്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മോഡൽ ഓഫ് ഡെമോക്രസിയാണ്. ഓക്കെ, ഇത് തിങ്കേഴ്സ് ലൈക്ക് ഹെബർമാസ്, ജോൺ റോൾസ് who argued democratic legitimacy arises from the public use of reason and active participation by the citizens. അതായത് പബ്ലിക് സ്പേസ് തിയറി എന്നൊക്കെ പറഞ്ഞ കുറെ തിയറീസ് ഒക്കെ ഉണ്ട്. അതായത് ആക്റ്റീവ് ആയിട്ട് ഇൻഫോംഡ് ആയിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, അതായത് വളരെ സിറ്റിസൺസിനെ ആദ്യം നമ്മൾ നോളജബിൾ ആക്കുക, എന്നിട്ട് അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഡെലിബറേറ്റീവ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി അടുത്ത 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എൻകംഫസസ്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, activities relating to centralization and limiting the number of agencies that deal with the development to be undertaken. ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ്, വളരെ ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ വരാത്തൊരു കാര്യമാണ് ഓപ്ഷൻ എ, അതായത് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു സെൻട്രലൈസേഷൻ. ഡെവലപ്മെന്റൽ അതിന്റെ കൂടെ തന്നെ ഡെവലപ്മെന്റിനെ കൈകാര്യം ചെയ്യുന്ന, ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസീസിന്റെ നമ്പർ ലിമിറ്റ് ചെയ്യുക ഒരിക്കലും ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാത്ത കാര്യമാണ്, അതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ്. കാരണം ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഡീസെൻട്രലൈസേഷൻ ആയിട്ടും സിറ്റിസൺ പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൺസെപ്റ്റാണ്, സെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏജൻസീസിനെ ലിമിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാനല്ലേ ശ്രമിക്കുക. ഓക്കെ, അത് വളരെ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ദെൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ന്യൂ മാനേജ്മെന്റ് ഏജൻസീസ് ആൻഡ് സിസ്റ്റംസ് മസ്റ്റ് ബി ഡിവൈസ്ഡ്. ഓഫ് കോഴ്സ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന കാര്യമാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് കോമ്പിറ്റന്റ് പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഡെലിവറി. യെസ്, ഇതൊക്കെ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായിട്ട് പോകണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അത് മോണിറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളും വേണം. അപ്പോയിന്റിംഗ് ട്രെയിൻഡ് പേഴ്സണൽ ടു ഗീവ് സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട്. ഓഫ് കോഴ്സ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഒരു കാര്യമാണ് ട്രെയിൻഡ് പേഴ്സണൽസിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. റെഗുലേറ്റിംഗ് ദി ഏജൻസീസ് ദാറ്റ് ഡീൽ വിത്ത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസീസിനെ, കൈകാര്യം ചെയ്യുന്ന ഏജൻസീസിനെ റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ റോങ് ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ എ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ, ഇവിടെയും എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3 ഈ ഓപ്ഷൻസിലെല്ലാം എ ഇൻക്ലൂഡഡ് ആണ്. സോ അതിനെ മൊത്തം നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആകെ ബാക്കിയുള്ളത് 3 ആണ്, ബി, സി, ഡി. ഓക്കെ, സോ സെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഡീസെൻട്രലൈസേഷനുമായിട്ട് സിറ്റിസൺ പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ കാര്യം മാത്രം അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എലിമിനേഷൻ മെത്തേഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ബി, സി, ഡി ആണോന്ന്. യെസ്, ബിയും സിയും ഡിയും ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസസ് ഓൺ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോസസ്. ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസ്, പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇറ്റ് ഇൻവോൾവ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് സിറ്റിസൺ പാർട്ണർഷിപ്പ്. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇത്ര മാത്രം ഒന്ന് ആലോചിച്ച് വെക്കാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, അറേഞ്ച് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ഇത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഇതിൽ നിന്ന് ആൾക്കാരുടെ ഒരു പീരീഡ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന തിങ്കേഴ്സ് ഒക്കെ ഏകദേശം വളരെ അടുത്തടുത്ത് പീരീഡിലുള്ള ആൾക്കാരുമാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാൾ പോപ്പർ ഒരു 1920s ഒരു ജനിച്ചിരുന്ന ഒരു തിങ്കറാണ്. ജോൺ റോൾസ് കാൾ പോപ്പർ 1902 തുടക്കത്തിലുള്ള ആളാണ്. ജോൺ റോൾസ് 1920s ആളാണ്. മക്ഫേഴ്സൺ 1911, റോബർട്ട് ദാൽ 1915 ആ പീരീഡിൽ, ഹെർബർട്ട് മാർക്യൂസ് 18 പീരീഡിലുള്ളതാണ്, 1898 ആ പീരീഡിലുള്ളവർ. ഓക്കെ, സോ നമുക്കിതിൽ ഹെർബർട്ട് ആണ് ആദ്യം വരിക, ജോൺ റോൾസ് ആണ് അവസാനം വരിക. സോ ഇയും ബിയിലും അവസാനിക്കുന്ന ഓപ്ഷൻസ്, ഇതാണ് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഡർ നോക്കുമ്പോൾ വരുന്നത് EACDE, EACDB, ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. അതെ, ഹെർബർട്ട് മാർക്യൂസ് 1898 to 1979, കാൾ പോപ്പർ 1902, MB മക്ഫേഴ്സൺ 1911, റോബർട്ട് നാൾ 1915 and ജോൺ റോൾസ് 1920. ഓക്കെ, ഇതാണ് പീരീഡ്. ജോൺ റോൾസ് ആണ് കൂട്ടത്തിൽ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള തിങ്കർ. ഓക്കെ, സോ ഇത് ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ എത്ര തിങ്കേഴ്സിന്റെ ഹിയർ ആണ് പഠിച്ചു വെക്കാം. ഇതൊരു കോംപ്ലിക്കേഷൻ ആണ്, നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത്യാവശ്യം ഈ കാൾ പോപ്പർ ഒക്കെ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു തിങ്കറാണ് UGC എക്സാമിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ ആ തിങ്കറിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. റോൾസ് ഒക്കെ ഇതിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മാർക്യൂസും ദാലും റോൾസും ഒക്കെ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്. സോ അവരുടെ ഇയർ കഴിവതും ഓർത്ത് വെക്കുക. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇയറുകളും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും കോസ്മോപൊളിറ്റനിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോസ്മോപൊളിറ്റൻസ് ആർഗ്യൂ ദാറ്റ് സിറ്റിസൺഷിപ്പ് ഷുഡ് എക്സ്റ്റെൻഡ് ടു ദി, അതായത് സിറ്റിസൺഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കോസ്മോപൊളിറ്റനിസം പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. കൺട്രി ഇൻ വിച്ച് an individual resides, people based upon where a person is born, citizen, world as a whole, person accepted by governments based on laws and rules. സോ ഇതിൽ കോസ്മോപൊളിറ്റനിസം പറയുന്നത് എന്താണ്? ബേസിക്കലി കോസ്മോപൊളിറ്റനിസം പറയുന്നത് എന്താണ്? വേൾഡ് ആസ് എ ഹോൾ, അല്ലെ? വേൾഡ് മുഴുവൻ ഒരു എൻറ്റിറ്റിയാണ്. എല്ലാ ജനങ്ങളും വേൾഡ് എന്ന് പറയുന്ന ഒരു വലിയ എൻറ്റിറ്റിയുടെ ഭാഗമാണ് എന്നുള്ള കൺസെപ്റ്റ് ആണ് കോസ്മോപൊളിറ്റനിസം മുന്നോട്ട് വയ്ക്കുന്ന കൺസെപ്റ്റ്. സോ സിറ്റിസൺഷിപ്പ് എപ്പോഴും എന്തായിരിക്കും? വേൾഡ് ആസ് എ ഹോൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കോസ്മോപൊളിറ്റൻസ് ആർഗ്യൂ ദാറ്റ് സിറ്റിസൺഷിപ്പ് ഷുഡ് എക്സ്റ്റെൻഡ് ടു ദ വേൾഡ് ആസ് എ ഹോൾ. ദിസ് പെർസ്പെക്റ്റീവ് emphasizes that all human beings belong to a single global community regardless of their nationality or place of birth. ഈ കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ്. അതായത് വേൾഡ് മൊത്തത്തിൽ ആസ് എ ഹോൾ ആയിട്ടാണ് അവരെപ്പോഴും പരിഗണിക്കുന്നത്. ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാണ്. സോ അവരെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ സിറ്റിസൺസ് ആയിട്ട് തളർച്ചിടേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ടതും നമ്മൾ വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കോസ്മോപൊളിറ്റനിസം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും ക്വസ്റ്റ്യനുമാണ്. സോ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറച്ച് തിയറീസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറീസ് ആണ്. തിയറീസിന്റെ പേര് തന്നിട്ടുണ്ട്. അത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് തിങ്കേഴ്സിന്റെ പേര് ലിസ്റ്റ് 2ൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിനെ മാച്ച് ദ ലിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹാർട്ട്ലാൻഡ് തിയറിയാണ്. ഹാർട്ട്ലാൻഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയെ കുറിച്ചുള്ള സ്മോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഹാർട്ട്ലാൻഡ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് റഷ്യ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ ഹാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഈ ഹാർട്ട്ലാൻഡ് ഏരിയ കൺട്രോൾ ചെയ്യുന്ന പവർ ആയിരിക്കും അല്ലെങ്കിൽ രാജ്യങ്ങളായിരിക്കും ഗ്ലോബൽ ഡോമിനൻസിൽ അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഹാർട്ട്ലാൻഡ് തിയറി മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈസ്റ്റേൺ യൂറോപ്പ്, പാർട്ട് ഓഫ് റഷ്യ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പം ഈ ഏരിയ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ രാജ്യമാണ് ഗ്ലോബൽ പവർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഗ്ലോബൽ പവർ ആവണമെങ്കിൽ അവർ ഈ ഹാർട്ട്ലാൻഡ് ഏരിയയെ കൺട്രോൾ ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഹാർട്ട്ലാൻഡ് തിയറി കൺസെപ്റ്റ്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ഹാൽഫോർഡ് മക്കിൻഡർ ആണ്. ഓക്കെ, ഹാൽഫോർഡ് മക്കിൻഡർ ആണ് ഹാർട്ട്ലാൻഡ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ റിംലാൻഡ് തിയറി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റുകളല്ല, ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഏരിയയിലുള്ള സ്റ്റേറ്റ്, അതായത് ഈസ്റ്റേൺ യൂറോപ്പ് ആ ഭാഗങ്ങളല്ല, നേരെ മറിച്ച് നല്ല കോസ്റ്റൽ റീജിയൻസ് ഉള്ള രാജ്യങ്ങൾ,
അതായത് സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നവരാണ് ഗ്ലോബൽ ഡോമിനൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ആയിട്ട് മാറുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് റിംലാൻഡ് തിയറിക്കുള്ളത്. ഓക്കെ, ഹാർട്ട്ലാൻഡ് തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് റിംലാൻഡ് തിയറി. റിംലാൻഡ് തിയറിയിൽ കോസ്റ്റൽ ഏരിയാസിലുള്ള രാജ്യങ്ങളൊക്കെ വരും, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇറാന്, പിന്നെ മെഡിറ്ററേനിയൻ ഏരിയാസിലുള്ള രാജ്യങ്ങള്. സോ ഈ റിംലാൻഡ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് നിക്കോളാസ് സ്പൈക്മാൻ ആണ്. ഓക്കെ, നിക്കോളാസ് ആണ് റിംലാൻഡ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സീ പവർ തിയറി, ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സീ പവർ തിയറി എന്നാണ് പറയുന്നത്. അതായത് നേവൽ ഡോമിനൻസ് ഉള്ള രാജ്യങ്ങളാണ് ഗ്ലോബൽ പവേഴ്സ് ആയിട്ട് മാറുക. എയർ പവർ തിയറി, അതായത് എയർ കൺട്രോളിംഗ് ഉള്ള, അതായത് എയർ പവറിൽ ഏറ്റവും കൂടുതൽ ശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഗ്ലോബൽ പവേഴ്സ് ആയിട്ട് മാറുക. അതായത് മോഡേൺ വാർഫെയർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ, അതായത് മോഡേൺ പീരീഡിൽ ഒരു വാർ ഒക്കെ വരികയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വിജയിയെ നിശ്ചയിക്കുന്നത് എന്താണ്? അവരുടെ എയർ പവർ ആണ്. എയർ വഴിയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എത്രത്തോളം എയർ പവർ കാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ അത്രത്തോളം വിജയിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ഒരു ഗ്ലോബൽ പവർ ആയിട്ട് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ എയർ പവർ തിയറി പറയുന്നത്. ഓക്കെ, സോ ഹാർട്ട്ലാൻഡ് തിയറി ഹാൽഫോർഡ് മക്കിൻഡർ, റിംലാൻഡ് തിയറി നിക്കോളാസ് സ്പൈക്മാൻ, ആൻഡ് സീ പവർ തിയറി പറയുന്നത് എ.ടി. മഹാനാണ് സീ പവർ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. എയർ പവർ തിയറി അലക്സാണ്ടർ സെവസ്കി. ഓക്കെ, സോ ഇങ്ങനെയാണ്. സോ A2 B4 C1 D2 sorry C1 D3 A2 B4 C1 D3. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പോൾ ഓൾറെഡി പറഞ്ഞു, ഹാർട്ട്ലാൻഡ് തിയറി പ്രപ്പോസസ് ദാറ്റ് കൺട്രോളിംഗ് ഈസ്റ്റേൺ യൂറോപ്പ് ദി ഹാർട്ട്ലാൻഡ് ഈസ് ദ കീ ടു ഗ്ലോബൽ ഡോമിനൻസ്. റിംലാൻഡ് തിയറി Nicholas emphasizes that control of the coastal fringes or rimland is more crucial for global power than the heartland. Sea power theory, A.T. Mahan argues that naval dominance and control of the sea are essential for attaining global power. Naval dominance and control of the sea ആണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ റിലേഷൻസിലെ ഓരോ കൺട്രികളുടെയും ആക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. എയർ പവർ തിയറി ഹൈലൈറ്റ്സ് ദ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് എയർ പവർ ഇൻ മോഡേൺ വെയർഫെയർ, പെർട്ടിക്കുലർലി ഡ്യൂറിംഗ് 20th century. ഓക്കെ, സോ നല്ലൊരു എയർ പവർ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എയർ പവർ ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ അപ്പർ ഹാൻഡ് ഉള്ളത് എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇത് പറയാനുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അധികം ആ തിയറിയുടെ ഡീപ്പിലേക്കും ഐഡിയാസിലേക്കൊന്നും അല്ല പോകുന്നത്. അത് ആര് പ്രൊപ്പൗണ്ട് ചെയ്തു എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ പേരുകളൊന്നും മറക്കാതിരിക്കുക, ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ 10 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നത്. IRലെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അടുത്ത സെഷനിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.